ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽ ഇപ്പോൾ കുടിശ്ശിക തീർക്കും എന്നുള്ളത് പതിവ് പ്രഖ്യാപനമാണ്. അത് മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2 ഗഡു കുടിശ്ശിക അത് കൊടുത്തു തീർത്തതുമാണ്. 5 ഗഡുവാണ് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ബാക്കിയുള്ളത്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ, അതായത് 2024-25. അടുത്ത 3 ഗഡു എന്ന് പറയുന്നത് 25-26 കൊടുത്തു തീർക്കും. പിന്നെ ഇനി അങ്ങോട്ട് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുകയേ ഇല്ല എന്നാണ്. 1600 രൂപ കൃത്യമായിട്ട് ഓരോ മാസവും കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇത്രയും വലിയ ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ചോദിച്ചത്. മഞ്ജുഷ്, അങ്ങനെ ഒരു ധനപ്രതിസന്ധി ഇല്ലാത്ത ഘട്ടത്തിലേക്ക് മാറി എന്ന് വിശ്വസിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷേ ധനമന്ത്രി ശ്രീ ബാലഗോപാല് അസംബ്ലിയിലൊക്കെ പറഞ്ഞ കാര്യം വെച്ചാണെങ്കിൽ വൻ വർധനവാണ് നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് സാധ്യതയുണ്ട് നികുതി വരുമാനത്തിൽ വർധനവുണ്ടാണ്. കാരണം ഇപ്പോഴും GSTയിൽ ചേക്കേറാതെ സംസ്ഥാനത്തിന്റെ കിറ്റിയിൽ തന്നെയാണ് ഏകദേശം 50-55% നികുതി പിരിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ. അതായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ തനത് വരുമാനത്തിന്റെ, അതായത് സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുക്കാവുന്ന നികുതി വരുമാനത്തിന്റെ 25 മുതൽ 30% വരെ നമുക്ക് കിട്ടുന്നത് മദ്യത്തിൽ നിന്നാണ്. അത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ. പിന്നെ 20 മുതൽ 25% വരെ ലഭിക്കുന്നത് ഇന്ധനത്തിൽ നിന്നാണ്. അതും ഇവിടെ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇടുന്ന നികുതിക്കും സെസ്സിനും സർചാർജിനും ഉപരി സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ട് നികുതി, സെസ് ഇതൊക്കെ ഈടാക്കുന്നുണ്ട്. അപ്പൊ ആ 2 മാർഗങ്ങൾ, അതായത് മദ്യം അതുപോലെ തന്നെ ഇന്ധനം, ഈ 2ൽ നിന്നുള്ള വരുമാനം തന്നെ 45% വരും. പിന്നെ ഒന്നാണ് ഇലക്ട്രിസിറ്റി, അതുപോലെ ഭൂനികുതി, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം നികുതികളും ആണ് 4ാമത്തെ. അങ്ങനെ ഈ 4 സോഴ്സസും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. ഇതിനെ തന്നെ കൂട്ടിയും കുറച്ചും നല്ല വരുമാന സാധ്യതകൾ സംസ്ഥാന സർക്കാർ കാണാറുണ്ട്. അപ്പൊ ഇക്കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം, സാധ്യതയുള്ളിടത്തെല്ലാം ശ്രീ ബാലഗോപാൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമാന വർധനവ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധി ഇത്ര ആഴത്തിലായത്, ഇത്രയധികം കടമെടുക്കാനുള്ള വ്യഗ്രത കാണിച്ചത്? അതായത് GSDP വഴിയായിട്ട് 3% കടമെടുക്കാവൂ. അതിനുപരിയായിട്ട് കിഫ്ബിയും പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഒക്കെ വഴിയെടുത്ത കടം അത് ചേർക്കാതെ തന്നെ ബജറ്റിനകത്തെടുക്കാവുന്ന സഞ്ചിത കടം 29% GSDPയുടെ. അത് 36, 38 ഈ തരത്തിലേക്കൊക്കെ പോയപ്പോഴാണ് CAGയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ വാർണിംഗ് കൊടുത്തത്. കടക്കണിയിലേക്കാണ് പോകുന്നത്, ആവശ്യത്തിലധികം കടമെടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ മുദ്രകുത്തി. അങ്ങനെ കർശന നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണല്ലോ ഇവർ സുപ്രീം കോടതിയിൽ വരെ പോയത്, ഞങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള അവസരം ഒരുക്കി തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ പോയപ്പോഴാണ് ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം നമ്മുടെ നോർമൽ, അതായത് FRBM, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് എടുക്കാവുന്നത് ബജറ്റിന്റെ 3%, ബജറ്റിന്റെ അല്ല, നമ്മുടെ GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടമാണ്. അത്രയും ആ എടുക്കുന്ന കടത്തിലേക്ക് കിഫ്ബി വഴി നിങ്ങൾ കടം എടുത്തോളൂ, SSLP വഴിയും കടം എടുത്തോളൂ. പക്ഷെ അത് രണ്ടും ഈ 3% ഒതുങ്ങണം എന്ന് പറഞ്ഞ് കടത്തിലൊരു കടുംവെട്ട് വെട്ടിയപ്പോഴാണ് കടം എടുക്കാനുള്ള സാധ്യത കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ അങ്ങനെ ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം 3-4 ഘട്ടമായിട്ട് 3-4 ഡിവൈഡ് ചെയ്ത് അത് 2022, 23, 24, 25, 26 വർഷങ്ങളിലെ കടമെടുപ്പിനകത്തേക്ക് ഉൾപ്പെടുത്തും എന്ന് സൂചന നൽകി. അങ്ങനെയാണ് കടമെടുക്കാനുള്ള പരിധി വീണ്ടും കുറഞ്ഞു പോയത്. അപ്പോഴാണ് ഇവിടെ വലിയ ബഹളവും കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളാരും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വെച്ച് കടമെടുക്കുന്നില്ല.
കേരളം മാത്രമാണ് ശരി, അങ്ങനെ ഒരു എടുക്കുന്നത്. കാര്യം കൂടി, ഇതിനകത്ത് ഒരു അപ്പോൾ സംശയമുള്ളത് കേന്ദ്രം ഡോക്ടർ അങ്ങനെയല്ലേ മേരി എന്നൊന്നും ജോർജ്, ഇപ്പോൾ ഈ ചോദിച്ചിട്ട് കുടിശ്ശികയെല്ലാം കാര്യമില്ല. കൊടുത്തു നമ്മുടെ തീർക്കുമെന്നും ഇനി അങ്ങോട്ട് ഞാൻ പല കാര്യങ്ങളും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന വിഷയം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയതുകൊണ്ടാണ് അതിലേക്ക് ആദ്യം വന്നത്. മറ്റു കാര്യങ്ങളുമുണ്ട്, ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശികയും ഒക്കെയുണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ആ രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. കേന്ദ്രം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ നൽകുന്ന വിഹിതം എന്ന് പറയുന്നത് ഓരോ മാസവും 200 രൂപ മുതൽ 500 രൂപ വരെയാണല്ലോ. അത് ഈ പ്രായപരിധി വെച്ചും അതുപോലെ തന്നെ വിവിധ പെൻഷനുകളിലുമായിട്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ് ഈ വിഷയമെന്ന് മുഖ്യമന്ത്രി വീണ്ടും പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? കേരളം സ്വന്തം നിലയ്ക്ക് 1600 രൂപയാക്കിയതാണല്ലോ, അല്ലാതെ കേന്ദ്രം അതനുസരിച്ച് വിഹിതം കൂട്ടി നൽകണം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ, കേന്ദ്രം കൃത്യമായിട്ട് ഈ പണം തരുന്നില്ല എന്ന്. ഏറ്റവും അവസാനമായിട്ട് തന്നത് 2023 23 ജൂണിലാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഇത്രയും മാസത്തെ പെൻഡിങ് കേന്ദ്രവും വെച്ചിട്ടുണ്ട്. ശരിയാണ്, കേന്ദ്രം നൽകുന്ന പണത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ കഴിയില്ല. കേരളം സ്വന്തം നിലയ്ക്ക് കൂട്ടിയതാണ്. അത് കൂട്ടി 3000 രൂപ വരെ എത്തിക്കുമെന്നുള്ളത് തന്നെ LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അത് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മാർഗം മാത്രമല്ലേ? തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗമാണ് മഞ്ജുഷ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. കേന്ദ്രം പണം കൊടുക്കണമെങ്കിൽ 200 മുതൽ 500 വരെയുള്ളത് കൊടുക്കണമെങ്കിൽ 500 കിട്ടുന്നത് 80 കഴിഞ്ഞവർക്കാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആ പെൻഷൻ സ്കീമിലൊക്കെ പെട്ട പണം കേന്ദ്രം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ഈ ഇത് കൊടുത്തതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തണം. അതുപോലെ തന്നെ ആ റിപ്പോർട്ടിനെ ഓഡിറ്റ് ചെയ്ത് CAGയും റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിക്കണം. ഈ 2 റിപ്പോർട്ടുകളും കിട്ടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കേന്ദ്രം ആ ഫണ്ട് കൊടുക്കുകയുള്ളൂ. അതാണ് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 5 മാസമായിട്ട് കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ ഈ കേന്ദ്രം ഫണ്ട് കൊടുത്തിരുന്നെങ്കിലും അത് കുടിശ്ശികയായിട്ട് കിടക്കുമായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ വരും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും കുടിശ്ശികയിട്ടാൽ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 23-24 വർഷത്തില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് കേന്ദ്രം കൊടുത്ത ഗ്രാന്റ് പോലും വകമാറ്റി ചെലവഴിച്ചതല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് ആദ്യ ഗഡു ഗ്രാന്റ് കേന്ദ്രം കൊടുത്തുള്ളൂ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡു കൊടുത്തില്ല. അപ്പൊ ഈ വകമാറ്റി ചെലവഴിക്കല് എന്ന ഒരു ദുർച്ചെലവ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വകമാറ്റും, അതോടെ അതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് അയക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓഡിറ്റഡ് റിപ്പോർട്ട് അയക്കാൻ പറ്റണമെങ്കിൽ കൃത്യമായി ഏത് ആവശ്യത്തിനാണോ ഫണ്ട് ചെലവഴിച്ചത് കേന്ദ്രം കൊടുത്തത് ആ ആവശ്യത്തിന് തന്നെ ചെലവഴിച്ചിരിക്കണം. അങ്ങനെയുള്ള ഓഡിറ്റഡ് റിപ്പോർട്ടാണ് കേന്ദ്രത്തിൽ എത്തേണ്ടത്. അങ്ങനെ എത്തുകയില്ല എന്ന കാരണം കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടാൻ താമസം വരുന്നു. അന്ന് നമുക്കറിയാമല്ലോ, നെല്ലിന്റെ വില കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഭക്ഷ്യ വകുപ്പിൽ നിന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് ഡെപ്യൂട്ടി സെക്രട്ടറിയോ മറ്റോ ഇവിടെ കേരളത്തിൽ വന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ധനമന്ത്രി വന്നു. അവരൊക്കെ പറഞ്ഞതാണ് ഈ ഇഷ്യൂ ഓഡിറ്റഡ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. കാരണം പല സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറീസിനും ഇതുപോലെ ഫണ്ട് കൊടുക്കുന്നതാണ്. അവരൊക്കെ വകമാറ്റി ചെലവഴിച്ചാൽ കേന്ദ്ര ഫണ്ട് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാനും ഇഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തെന്ന് ഉറപ്പുവരുത്താനുമാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഫെഡറൽ സിസ്റ്റത്തിന് എതിരല്ല, അത് ഫെഡറൽ സിസ്റ്റത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഫണ്ട് അപ്പൊ നമുക്കറിയാം, ഇവിടെ പാഡി റെസീറ്റ് ഷീറ്റാണ് കർഷകർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സംഭരിച്ച് ആ സംഭരണ വില കൊടുത്ത് അതിന്റെ സംഭരിക്കുന്നതിനുള്ള മറ്റ് ചെലവുകളും അത് കുത്തി അരിയാക്കുന്ന ചെലവും വഹിച്ച് ആ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് സമസ്ത ചെലവുകളും കൂടി ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തിക്കുക. CAGയും ആ ഓഡിറ്റഡ് റിപ്പോർട്ട് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്ത് CAGയുടെ റിപ്പോർട്ടും കേന്ദ്രത്തിലെത്തിക്കുക. അപ്പോഴാണ് നമുക്ക് നെല്ല് സംഭരണത്തിന്റെ വില കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക.
പക്ഷേ ഇത് സംസ്ഥാന ഗവൺമെന്റ് പാരി റെസീറ്റ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടുമോ? ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ശരി ഡോക്ടർ മേരി ജോർജ്, താങ്കൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഈ പെൻഷൻ കുടിശ്ശിക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതോപാധിയായിട്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കാണുന്നത്. അത് മുടങ്ങിയത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ LDF-നുണ്ടായിരുന്നു. അപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു വെറും പ്രഖ്യാപനമായിട്ടാണോ താങ്കൾ കാണുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതി, എന്നിട്ട് നമുക്ക് M പ്രകാശനിലേക്ക് പോകാം. മുഖം രക്ഷിക്കാനുള്ള ഒരു വാഗ്ദാനം മാത്രമാണോ ഇത്? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ 3 ഗഡു കൊടുക്കാൻ പോകുന്ന 2025-26 സാമ്പത്തിക വർഷമാണ്. അതായത് 2026 മാർച്ച് മാസം വരെ അതിനുള്ള സമയമുണ്ട്. 2026 സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് മിക്കവാറും അതേ കാലയളവിൽ ഏകദേശം ഏപ്രിൽ മാസത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യും എന്ന് കരുതാം. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു തന്ത്രമുണ്ടല്ലോ, ഒന്നിച്ചു കുറച്ച് ഗഡുക്കൾ കൊടുക്കുക, ഒന്നിച്ചു കുറച്ച് പൈസ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു തന്ത്രം കൂടി ഇപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി പ്രഖ്യാപിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മഞ്ജുഷ്, ഞാൻ പറയുന്നതിന് മുൻപ് മഞ്ജുഷ് അത് പറഞ്ഞെറിഞ്ഞു. അതായത് രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് അതാണ് ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 ഒരു 3ാം വരവിന് വഴിയൊരുക്കുക. അതിനു വേണ്ടിയാണ് 2 ഗഡുക്കൾ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കും. അതായത് 2024-25 അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കും. അതുവരെ ഉരുട്ടി പോയിട്ട് അടുത്ത 3 ഗഡുക്കൾ ഒന്നിച്ച് പിന്നെ 25-26 വർഷത്തിൽ, അതായത് 25-ലാണല്ലോ ഇലക്ഷൻ ഉണ്ടാകേണ്ടത്, ആ സമയത്തേക്ക് കൃത്യമായിട്ട് കൊടുക്കും, അടുപ്പിച്ച് ഒറ്റയടിക്ക്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും പിന്നെ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് 2ാം പിണറായി ഗവൺമെന്റ് വന്നത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും വഴിയാണ്, അല്ലാണ്ട് ഭരണ മികവ് കൊണ്ടല്ല. കോവിഡ് വന്നു, കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ അരിയും ധാന്യങ്ങളും കിട്ടി, അത് കിറ്റായിട്ടും കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും കൊടുത്താണ് 2ാം വരവ് വന്നത്. 3ാം വരവിനും അതുപോലെ ചില ട്രിക്കുകൾ ഗവൺമെന്റ് ഇപ്പോഴേ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ ആസൂത്രണത്തിന്റെ മികവിലാണ് ഈ പരാജയം, ഇപ്പോഴുണ്ടായ ഈ ലോകസഭാ പരാജയം ഗവൺമെന്റിനെ തളർത്തിയില്ല. കാരണം അവരുടെ മാജിക് ഇതല്ല. അവരാഗ്രഹിക്കുന്നത് കേരളത്തിന്റെ ഭരണം തന്നെ 3ാം തവണയും പിടിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ വെസ്റ്റ് ബംഗാളിൽ 35 വർഷം ഒറ്റയടിക്ക് അവർ ഭരിച്ചുകൊണ്ട് പോയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു തന്ത്രമായി ഇവിടെയും പയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കൊണ്ട് തന്നെയാണ് ഈ 3 ഗഡുക്കൾ അവസാനം 2025 കൊടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഒരു ടാറ്റിക്സ് ആണ്, ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ മലയാളികൾ വീണ്ടും വീഴുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ശരി.